ഇന്ത്യ സഖ്യമെന്നോ മഹാഗഡ്ബന്ധനെന്നോ എന്ത് വിളിച്ചാലും ആ സഖ്യം തകർന്നടിഞ്ഞു. അതിനുള്ള കാരണം വോട്ട് ചോരിയാണെന്ന് ഇനി പറഞ്ഞാലും ഏൽക്കില്ല. കാരണം 243-ൽ 200-ലേറെ സീറ്റ് നേടിയാണ് BJP JDU LJP സഖ്യം വിജയിച്ചിരിക്കുന്നത്. ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിജയം. ഈ വിജയം എങ്ങനെ ഉണ്ടായി? മിടിപ്പറിഞ്ഞ് അഥവാ പൾസറിഞ്ഞ് NDA സഖ്യം കളിച്ചു. ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. വാഗ്ദാനങ്ങൾ നൽകുന്നതിന് മുൻപ് തന്നെ ചിലത് പണമായി നൽകാനും കഴിഞ്ഞു. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നൽകിയ 10,000 രൂപ വീതമുള്ള സഹായം മാത്രമല്ല ഈ വിജയത്തിന് വഴിയൊരുക്കിയത്. സർവത്ര കഷ്ടപ്പാടിലായ ജനതയ്ക്ക് മുന്നോട്ടു പോകണം. അതിന് രക്ഷകനായി നിതീഷും മോദിയും മാത്രമേ ഉള്ളൂവെന്ന് അവർ പറഞ്ഞുവെച്ചു. അങ്ങനെ ഉണ്ടായതാണ് ഈ മഹാവിജയം. SIR പോലുള്ള സംഭവങ്ങൾ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഫലം അട്ടിമറിക്കാൻ മാത്രമുള്ള സ്വാധീനം അതിനുണ്ടാകാൻ വഴിയില്ല. എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം തോറ്റു? ആ ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ: ലക്ഷ്യബോധമില്ലാത്തതിനാൽ തോറ്റു. ബീഹാർ പോലെ ദരിദ്രരിൽ ദരിദ്രരായ ജനത കഴിയുന്ന സ്ഥലത്ത് അവർക്ക് മനസ്സിലാകുന്നതായിരുന്നില്ല വോട്ട് ചോരി. സാങ്കേതികത്വത്തിലൂന്നി കോൺഗ്രസ് നടത്തിയ പ്രചാരണം എങ്ങും ചെന്നെത്തിയില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും പ്രചാരണ വിഷയമായി ഉയർത്താൻ കഴിഞ്ഞ 5 ആണ്ടിലും സാധിച്ചില്ല. അതാണ് ഈ വലിയ തോൽവിയുടെ കാരണം. ബീഹാറിൽ ബലം പിടിച്ച് സീറ്റ് വാങ്ങിയ കോൺഗ്രസ് നാമാവശേഷമായി. CPIM അടക്കം ഇടതു പാർട്ടികൾക്കും ശക്തി ചോർന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്ത പാർട്ടിയാണ് BJP. നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും കരുണയിലാണ് ഭരണം. അവിടെ നിന്ന് പുറത്തെത്താൻ നടത്തുന്ന തീവ്ര ശ്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ബീഹാറിലെ ജനതയെയും വർഗീയമായി തിരിക്കുന്നത് കണ്ടുവെന്ന് സങ്കടത്തോടെ പറയേണ്ടതുണ്ട്. ഹിന്ദു വോട്ടുകൾ മഹാഭൂരിപക്ഷമായ ബീഹാറിൽ അത് ഏകീകരിക്കപ്പെടുന്നുവെന്നാണ് ഈ ഫലം പറയുന്നത്. ഇത്രകാലം RJDയുടെ ശക്തമായ സാന്നിധ്യമായിരുന്നു അതിനുള്ള വിഘാതം. അതിനെ മറികടക്കാൻ BJPക്ക് ഇത്തവണ കഴിഞ്ഞു. ഇന്ത്യ സഖ്യം ഇങ്ങനെയൊന്നും പോരാ എന്ന് ഇതിലും നന്നായി എങ്ങനെയാണ് ബീഹാർ ജനത പറയുന്നത്? ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.